ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൻ്റെ മെജോറിറ്റിയും പോസിറ്റീവ് കമൻസ് ആണ് കിട്ടിയത്. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ബട്ട് ടുഡേ ഐ എം ഈവൻ മോർ ഹാപ്പിയർ. ആൻഡ് ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ആസ് എ ഫ്രഷർ ഇൻ LPU ഇന്നാണ് എൻ്റെ ഫസ്റ്റ് ഡാൻസ് പെർഫോമൻസ് നടക്കാൻ പോകുന്നത്. ഞാനതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഡാൻസ് എത്ര ഇഷ്ടപ്പെടുന്ന എനിക്ക് കോളേജിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമല്ലേ. സോ ഐ തോട്ട് ലെറ്റ് മീ മേക്ക് എ വീഡിയോ ഫോർ ദിസ്. അപ്പോൾ ഇപ്പം സമയം 8 മണിയായി. ഇനിയൊന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ട് വേണം നമുക്ക് പ്രാക്ടീസ് വേണ്ടി പോയി ഒരു ഫൈനൽ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ മേക്കപ്പൊക്കെ നമ്മൾ സെൽഫാണ്. കോസ്റ്റ്യൂംസ് സംഭവങ്ങളൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ നമുക്കിങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിപ്പം റെഡി ആയിട്ട് ഫുഡ് കഴിക്കണം, മെസ്സിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് മെസ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. എൻ്റെ ഹോസ്റ്റലും മെസ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും മേ ബി ബെറ്റർ. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒരു ഹൈലൈറ്റ്സ് പോലെ ഇങ്ങനെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. साहिबा आए घर काहे ना, ऐसे तो सताए ना, देखूं तुझको चैन आता है. साहिबा नींदे वींदे आए ना, रातें काटी जाए ना, तेरा ही ख्याल दिन रहन आता है. ഞാൻ എന്താ റെഡി ആയിട്ട് ഇറങ്ങി ഇപ്പം മെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി, വ്ളോഗൊക്കെ എടുക്കാൻ നിന്നുകൊണ്ട് കുറച്ച് ടൈം പോയി. പക്ഷെ കുഴപ്പമില്ല. ആദ്യമായിട്ടാണ് ഒരു പെർഫോമൻസ് മമ്മിയൊന്നും അടുത്തില്ലാതെ സ്വന്തം എല്ലാം എടുത്തിട്ട് പോകുന്നതും ഒക്കെ. സോ ഐ എം കൈൻഡ് ഓഫ് ഒരു കൺഫ്യൂസ്ഡും കൂടെയാണ്, എല്ലാ കാര്യവും എടുത്തില്ലേ ഇല്ലേ എന്നൊക്കെ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതാണ് എൻ്റെ മെസ്. ഇത് അപ്പോൾ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എൻ്റെ മെസ്സിലേക്ക് കയറി. ആക്ച്വലി എൻ്റെ ഹോസ്റ്റൽ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു മെസ്സ് വരുന്നത്. ഇതിൻ്റെ പേര് തൃപ്തി എന്നാണ്. അപ്പോൾ അതാ സൈഡിൽ ബോർഡിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി എനിക്ക് ലിയനെ കൂട്ടി കിട്ടി. അപ്പോൾ ഇനി ഒറ്റയ്ക്ക് എന്തായാലും ബ്ലോക്കിലേക്ക് കിടക്കേണ്ട ഒരു കമ്പനി കിട്ടി. ക്ലാസ്സിന് ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത കുട്ടി നേരത്തെ കാലത്ത് ഉറങ്ങി എണീക്കണം. ഞാൻ അലാം വെച്ചിട്ട് അലാം ഓഫാക്കി ഉറങ്ങി. എൻ്റെ ഫ്രണ്ട്സിൽ മിക്കവർക്കുള്ളൊരു പ്രശ്നം ഇത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയുക. കാരണം രാവിലെ നേരത്തെ എണീറ്റ് മെസ്സിലേക്ക് പോകണമല്ലോ. ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര പഞ്ച്വലായിട്ട് അലാമൊക്കെ വെച്ച് എണീറ്റ് റെഡിയായി നല്ല സുന്ദരികളായിട്ട് മെസ്സിലേക്ക് പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, കറക്റ്റ് ടൈമിൽ ക്ലാസ്സിൽ കയറുന്നു, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ മടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, രാവിലെ എണീക്കാനുള്ള കഷ്ടപ്പാടാകുമ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ ഗോവിന്ദ, പിന്നെ അതൊന്നും നടക്കില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എനിക്ക് ഫുഡ് എപ്പോഴും ഒരു വികാരമാണ്. അതുകൊണ്ട് എൻ്റെ ടമ്മി എപ്പോഴും ഫുള്ളായിരിക്കും. അങ്ങനെ അതാ ഒരു 10-15 മിനിറ്റ് നടന്നിട്ട് ഞാൻ എൻ്റെ ബ്ലോക്കിൻ്റെ അടുത്ത് എത്തി. അങ്ങനെ ലിയനോട് ടാറ്റ ബബേ പറഞ്ഞിട്ട് ഞാൻ എന്താ ക്ലാസ്സിലേക്ക് കയറുകയാണ്. ആക്ച്വലി ഈ ഒരു ബ്ലോക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് പാട്ടും ഡാൻസും സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പപ്പയും മമ്മി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോളെ മിക്കവാറും ഈ ഒരു ബ്ലോക്കിൽ തന്നെയായിരിക്കും അവളെ കാണാൻ കിട്ടില്ല എന്ന്. അതങ്ങനെ തന്നെയായി. ഞാനിപ്പം എൻ്റെ 3 പെർഫോമൻസ് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലാസ് റൂം. ഇവിടെയാണ് നമ്മുടെ പെർഫോമൻസസിൻ്റെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ക്ലാസ്സിൽ കയറാതെ എങ്ങനെ അറ്റൻഡൻസ് ഒക്കെ കിട്ടുക, പഠിപ്പിക്കുന്നതൊക്കെ എങ്ങനെ മനസ്സിലാവുക, അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ ഡ്യൂട്ടി ലീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് നമ്മളൊന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും നമ്മുടെ അറ്റൻഡൻസ് അവിടെ മാർക്കാവും കേട്ടോ. അത് മാത്രമല്ല ഇവിടുത്തെ ഫാക്കൽറ്റീനോട് നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് എന്തൊരു ഡൗട്ട് ചോദിച്ചാലും എനി ടൈം എനി വെയർ ദേ ആർ റെഡി ടു ക്ലിയർ ഇറ്റ് ഓഫ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഡാൻസും പരിപാടിക്കൊക്കെ പോകുന്ന എനിക്ക് ഇതൊരു ഭയങ്കര സൗകര്യമായി. അപ്പോൾ ഇതാ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതെൻ്റെ ഫ്രണ്ടാണ് സേറ. അവളിങ്ങനെ സ്വന്തമായിട്ട് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ബേസൊക്കെ കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ ഐ ഷാഡോ ഒക്കെ ഇട്ടു. ആക്ച്വലി ഇത് ഒരു തീം ബേസ്ഡ് പെർഫോമൻസ് ആണെന്ന് പറയാം. കാരണം പത്മാവത് മൂവീൻ്റെ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളൊരു തീം ഡാൻസ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതാ എൻ്റെ മേക്കപ്പൊക്കെ ഏകദേശം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അന്ന് എൻ്റെ ഐ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതല്ല കേട്ടോ ഫൈനൽ ലുക്ക്. ഓരോരോ ലുക്കായിട്ട് ഞാൻ എന്താ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അധികം ഇതുപോലത്തെ ഡ്രസ്സിങ്ങൊന്നും ചെയ്തിട്ട് ഞാനങ്ങനെ പെർഫോമൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ടീംമേറ്റ്സ് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ പുറത്ത്. അത് ഇതുപോലത്തെ ഒരു കോസ്റ്റ്യൂമും ഹെയറും മേക്കപ്പും ഒക്കെ ചെയ്തിട്ട് ഈ ചൂടത്ത് നടക്കുമ്പം ചൂടിൻ്റെ എഫക്റ്റ് ഡബിളായിരുന്നു.
അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട്. ആ കാഴ്ചകളാട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലയിൽ കുടമൊക്കെ വെച്ചിട്ട് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ഡാൻസ് തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണം. എനിക്കിതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ ചെയ്യുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വെൻറ്റ് സോ വെൽ. ടെൻഷനുണ്ടോ? അവർ സംസാരിക്കാൻ പറയും, നീ എന്തോ പറയും? ദീപിക പതുക്കോണ്ട പോലെ ഉണ്ട്. ഗുഡ് ലക്ക്. ആരാ ആരാ പറ, ആരാ? റാണി പത്മാവതി ഫ്രം മീഷോ. ഫ്ലിപ്കാർട്ടിന് ഡയറക്റ്റ് ഓർഡർ ചെയ്ത് പോയതാ. റാണി പത്മാവതി ഫ്രം മീഷോ. അങ്ങനെ നമ്മുടെ ഡാൻസ് പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ ഏതൊരു പരിപാടി കഴിഞ്ഞാലുള്ളൊരു മെയിൻ പാർട്ടാണ് ഫോട്ടോഷൂട്ട് അല്ലേ? അപ്പോൾ പോസ്റ്റ് പെർഫോമൻസ് ഫോട്ടോഷൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഗൈസ്, പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞതാ ചന്ത പോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വിളം കിട്ടി. എവിടെയായിരുന്നു ഇത്ര സമയം? ക്ലാസ് ഉണ്ടായിരുന്നു, എനിക്ക് ഡീലില്ല. ഡീലുള്ളതുകൊണ്ട് ഞാനൊക്കെ ജീവിച്ചു തോന്നും. എൻ്റെ സാധനം ചുമക്കുന്നതിന് ഡീൽ തരത്തില്ല. അടുത്ത ചോദിച്ചു നോക്കാൻ വേണമെങ്കിൽ ഋഷികാൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ഡീൽ കിട്ടുമെന്നല്ലേ? അങ്ങനെ പെർഫോമൻസിനും ഫോട്ടോഷൂട്ടിനൊക്കെ ശേഷം നമ്മളെല്ലാവരും ഗ്രീൻ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം നമ്മൾ തിരിച്ച് ഡാൻസ് ക്ലാസ്സിൽ തന്നെ അതേപോലെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഐ എം ഓൺ മൈ വേ ഫോർ ദാറ്റ്. ടു ബി ഓണസ്റ്റ്, ദിസ് വാസ് ഡെഫിനറ്റ്ലി എ ഡേ ടു റിമെമ്പർ ഇൻ മൈ ലൈഫ്. സോ ഇതാ ഞാൻ എൻ്റെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ഹോസ്റ്റൽ റൂമിലേക്ക് എത്തി, ഫ്രഷായി. അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഐ എം ഗോയിങ് ടു ട്രഷർ ദിസ് ഫോർ എവർ. കാരണം യൂണിവേഴ്സിറ്റിയിൽ കയറിയിട്ട് ഇതൊരു ഹാർഡ്ലി ഒരു 1 വീക്ക് ആവുന്നേ ഉള്ളൂ. സോ വിത്തിൻ ദാറ്റ് ടൈം പീരീഡ് ഇറ്റ് സെൽഫ് എനിക്ക് പെർഫോമൻസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആൻഡ് ഐ എം ഫീലിംഗ് സോ ഡാം ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. അതും ഇത്രയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വലിയൊരു ക്രൗഡിൻ്റെ മുന്നിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. അതുമാത്രമല്ല, ഈ ഒരു പെർഫോമൻസിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കാരണം എപ്പോഴും ഞാൻ ബഹ്റൈനിൽ പെർഫോം ചെയ്യുമ്പം എനിക്ക് അഭിപ്രായം പറയാനോ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പപ്പയും മമ്മിയൊക്കെ ഉണ്ടാവും. ബട്ട് ദിസ് ടൈം ഐ വാസ് ഓൾ അലോൺ. എൻ്റെ മേക്കപ്പ് ആയാലും ഹെയർ ആയാലും ഡ്രസ്സിങ് ആയാലും അതിപ്പോൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്ക് അവിടെ ആളുണ്ടല്ലോ, നമുക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തിട്ട് ലാസ്റ്റ് ഫോട്ടോ മാത്രം പപ്പക്കും മമ്മിക്കും അയച്ചു കൊടുക്കുമായിരുന്നു. സോ ദേ വർ ഓൾസോ സോ ഹാപ്പി ഫോർ ദാറ്റ്. ഞാനിവിടെ ഹാപ്പി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി പേരൻസ് ഹാപ്പി ആയിരിക്കും. ആൻഡ് ഐ ഓൾവേസ് വിഷ് ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് മെസ്സിൽ പോകണം, ഫുഡ് കഴിക്കണം, വരണം, കിടക്കണം, ഉറങ്ങണം, അത്രയേ ഉള്ളൂ. നല്ല ടയർഡാണ്. സോ ഈ ഒരു വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ, ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.